ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത്. രാഹുലിന്റെ രാജിയാണ് CPM-ഉം BJP-യും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഇപ്പോഴും പ്രതിരോധ കോട്ട തീർക്കുന്നുണ്ട് കോൺഗ്രസ്. പ്രത്യേകിച്ച് ഇത്തരം ആരോപണങ്ങളൊക്കെ CPIM-ൻ്റേതുൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വന്നതല്ലേ? അപ്പോഴൊന്നും അവർ MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു ആവശ്യം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രതിരോധം. അത് നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത് വ്യക്തിപരമായി രാഹുലിനെതിരെ ഇതിനെ ഞാൻ കാണുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർ കാണിക്കേണ്ട ഒരു മാതൃകയുണ്ട്. പൊതുപ്രവർത്തകരായിട്ട് നിൽക്കുമ്പോൾ അവർ ഒരു ഗാന്ധിജിയാകാൻ പറ്റിയില്ലെങ്കിലും സാമാന്യമായ ഒരു മാതൃക സമൂഹത്തോടെ കാണിക്കുന്നു. ഇത് രാഹുലിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരുവിധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം ഞാൻ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അപ്പൊ ആ രാഷ്ട്രീയപരമായ മാതൃക കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ കാണുന്ന ഒരു രീതി, ഇങ്ങനെയുള്ളവരെ പർവ്വതീകരിച്ച് അവരെ ഹീറോ ആയിട്ട് കാണുന്ന ഒരു കൾച്ചർ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട്. ഞാൻ കോൺഗ്രസിന് മാത്രമായിട്ട് പറയുന്നു. അങ്ങനെയുള്ളവരെ സ്വീകരിച്ച് കോടതി ശിക്ഷിക്കുന്നവരെ കോടതിയിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുപോയത് അഭിലാഷം കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ കേസിൽ ശിക്ഷിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് ജാമ്യം കിട്ടിയപ്പോൾ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയ ചരിത്രമൊക്കെ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യ മൊത്തത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, സ്ത്രീകളെ നശിപ്പിക്കുക, സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഇതിനെയൊക്കെ ന്യായീകരിച്ചും പർവ്വതീകരിച്ചും ഒക്കെ നിൽക്കുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരിപ്പോഴും തുടർന്ന് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെയാണ് ഹീറോ ആയിട്ട് കാണുന്നത്. അപ്പൊ ആദർശപരമായ ജീവിതം നയിക്കുന്നവരെക്കാൾ കൂടുതലായിട്ട് ഹീറോ ആയിട്ട് കാണുന്നത് ഇങ്ങനെയുള്ളവരെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാര്യം അവർ തിരിച്ചും ചോദിക്കാൻ ശരി ഇടതുപക്ഷത്തിന്റെ MLA ഉണ്ടായിരുന്നില്ലേ, BJP-യുടെ MP-മാര് MLA-മാര് ഇങ്ങനെ പലരുമില്ലേ. അപ്പൊ ഇതിനെ ഒരു തെറ്റിനെ നമ്മൾ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. തെറ്റിനെ തെറ്റായിട്ട് കാണുകയും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അർഹപ്പെട്ട ശിക്ഷയും കൊടുക്കണം. ഇപ്പൊ അത് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നാളെ MLA സ്ഥാനം രാജിവെക്കുന്നു തന്നെ കരുതാം. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ തെറ്റിൽ നിന്ന് വിമുക്തമാക്കുന്നില്ല. അത് തൽക്കാലത്തേക്കുള്ള ഒരു ജനസേവനം എന്നുള്ള രീതിയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ മാറി നിൽക്കുന്നു. പക്ഷെ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്, ഈ സമൂഹം വിദ്യാഭ്യാസമുള്ള ഒരു പ്രബുദ്ധ ജനത വിരൽ ചൂണ്ടുന്നത് മൊത്തത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ നേരെയാണ്. ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗത്തിൽ ഈ രീതിയിലുള്ള പ്രവണത കണ്ടുവരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് നിപ്പോട്ടിസം, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, സ്വജനപക്ഷപാതവും മറ്റ് അഴിമതികളും കൈക്കൂലിയും ഒക്കെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്കെല്ലാം തീർച്ചയായിട്ടും പൊതുജനത്തിറങ്ങുമ്പോൾ പലരും ഞങ്ങളെയും ആ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ഞങ്ങളെ എന്ന് പറയുമ്പോൾ വളരെ അധികം പേര് ഇങ്ങനെ മാറി നിൽക്കുന്നവരുണ്ട്. നമുക്ക് എപ്പോഴും അറിയാം, വെള്ള വസ്ത്രത്തിൽ ഒരു അല്പം കറുപ്പ് പറ്റിയാൽ എടുത്തു കാണുന്നത് ആ കറുപ്പായിരിക്കും. അപ്പൊ ബാക്കിയുള്ള വെള്ളഭാഗം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഇവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പം രാജിവെക്കുക എന്നുള്ളത് ഒന്ന് അദ്ദേഹം വ്യക്തിപരമായി തീരുമാനിക്കേണ്ടത്. പിന്നീട് അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. ആ രാഷ്ട്രീയ പാർട്ടി നേതൃത്വമാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണോ വെക്കണ്ടായോ തീരുമാനിക്കുന്നത്. എന്തായാലും രാജിവെച്ചാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഈ ആളുന്ന പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് വേണ്ടത് എന്നാണ്. അതിനർത്ഥം അദ്ദേഹം പദവിയിൽ നിന്നൊഴിയണം, MLA സ്ഥാനം രാജിവെക്കണമെന്നാണല്ലോ. അല്ല, ഞാൻ അതിന്റെ മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടോ ഒരു MLA ഒരു MP രാജിവെച്ചത് കൊണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിലുണ്ടായ കളങ്കം ഇല്ലാതാകുന്നില്ല. സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട മാന്യത, സാമൂഹ്യ മര്യാദ, അതൊന്നും പരിഹാരമാകുന്നില്ല. അല്ല, ആ കളങ്കം ഇല്ലാതാക്കുന്നതിനുള്ള നടപടിയായി ഈ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് മാറി നിന്നാൽ മതിയോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ധാർമ്മികമായിട്ട് അദ്ദേഹം എന്ന വ്യക്തിയും അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനവുമാണ് തീരുമാനിക്കേണ്ടത് ഇത് എന്ത് ചെയ്യണം. അതുകൊണ്ട് CPM-ന്റെ 2 MLA-മാർ രാജിവെച്ചില്ല, BJP-യുടെ MP ബ്രിജുഭൂഷൺ രാജിവെച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് അടയ്ക്കുക എന്നുള്ളൊരു സ്ഥിതി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് നേരിടുക എന്നുള്ള ഒരു ഫിലോസഫി മാത്രമാണ്. ലൈ ഓഫ് നെമസിസ് എന്ന് പറയുന്നത് പോലെ കണ്ണിന് കണ്ണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികാര ശാസ്ത്രം. അതിന് നമ്മൾ അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ പറഞ്ഞല്ലോ, അത് അവരുടെ ധാർമ്മികമായ ചിന്താഗതി ആയിരിക്കണം, പാർട്ടിയുടെ തീരുമാനമായിരിക്കണം. രാജിവെക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും അവകാശപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. അതിന്റെ കാരണം ഈ 2 കാല് മന്ത്രം തട്ടഴിച്ചിട്ട് ഒരു കാല് മന്ത്രിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ശരിയാണ് രാജിവെച്ചിട്ടില്ല, പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. BJP-കാർക്ക് ആവശ്യപ്പെടാൻ ഒട്ടുമില്ല. നിരവധി MLA-മാരും MP-മാരും ഒക്കെ ഈ കേസിൽ നിരവധി കേസുകളിൽ ബ്രിജുഭൂഷൺ ഉൾപ്പെടെ എത്രയോ കേസിൽ പ്രതിയായവരാ. അതുകൊണ്ട് രാജിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഞാനിപ്പോൾ ആ ഒരു ജനാധിപത്യ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വരേണ്ടതില്ലേ? പ്രത്യേകിച്ച് ഈ യുവ നേതാക്കളിലൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ ഇവർക്കെല്ലാം ഒരേ ധാർമ്മികത കൊണ്ട് അളന്നാലും മതിയോ ശ്രീ ബലദേവ്? കാരണം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പിഴവുണ്ടായാൽ അതാണല്ലോ അവരുടെ ധാർമ്മികത, അതുകൊണ്ട് ഞങ്ങൾക്കും ഇതാകാം എന്ന് പറയുന്ന ആ നയത്തിൽ നിന്ന്, രീതിയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ഞാനത് തന്നെയാണ് പറഞ്ഞത്. അത് സ്വയമായിട്ട് ആ
വ്യക്തിയും ആ പ്രസ്ഥാനവുമാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ ഒരു കളങ്കം നമ്മുടെ പേരിൽ വന്നാൽ മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടുക. അപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. നമ്മളത് ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നുണ്ട്. നാളെ ഗോവിന്ദ മാഷ് അല്ലെങ്കിൽ BJP ദേശീയ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡന്റോ ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെക്കണമെന്നില്ല. ഇനി KPCC പ്രസിഡന്റിന് ആവശ്യപ്പെട്ടാൽ MLA സ്ഥാനം രാജിവെക്കണമെന്നില്ല. അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അവർക്ക് മാറ്റാൻ പറ്റും. MLA സ്ഥാനം തെരഞ്ഞെടുക്കപ്പെട്ട വെറുതെ മാറ്റാൻ ഒരു കക്ഷികൾക്കും ഗവൺമെന്റിനും കഴിയത്തില്ല, ഗവർണർക്കോ പാർലമെന്റിനോ ഒരു നിയമത്തിനും കഴിയത്തില്ല. ശിക്ഷിക്കപ്പെടുന്നത് വരെ, അദ്ദേഹം കോടതിയുടെ മുന്നിൽ വന്ന് കുറ്റവാളിയാണെന്ന് തെളിയുന്നത് വരെ അദ്ദേഹത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അദ്ദേഹം തന്നെ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞതല്ല, ഇതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. രാഹുലിന്റെ മാത്രം പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രവർത്തകരുടെ മൊത്തത്തിലുള്ള അധാർമികമായിട്ടുള്ള പ്രവർത്തികൾ ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ പബ്ലിക് ഇഷ്യൂ ആണ് ഇന്ന് വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധരായ ജനം ചോദ്യം ചെയ്യുന്നതും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ആ ഒരു കണ്ണോടുകൂടി തന്നെ കാണുന്നു. യവന്മാരെല്ലാവരും കുഴപ്പക്കാരാണ്, യവന്മാരെല്ലാം സ്ത്രീലമ്പടന്മാരാണ്, മദ്യപാനികളാണ്, സ്വജനപക്ഷപാതികളാണ്, കൈക്കൂലിക്കാരാണ്. നമുക്കറിയാം, ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ഒരു 90% പേര് കൈക്കൂലി വാങ്ങിക്കാത്തവരാണ്. നമ്മുടെയൊക്കെ അനുഭവം അതാണ്. പക്ഷെ ഇപ്പോഴും 5-10% പേര് കൈക്കൂലിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 100% പേരെയും ഉദ്യോഗസ്ഥരെ കൈക്കൂലിക്കാരായിട്ടാണ് കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കറിയാം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ SI ഭൂരിപക്ഷം പേര് കൈക്കൂലി വാങ്ങിക്കാത്തവരാ. ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെടുന്നവരാ. പക്ഷെ അവരെയൊക്കെ പൊതുജനം കാണുന്നത് എന്തുവാ? അവരെല്ലാം കൈക്കൂലിക്കാരാണ്. അപ്പൊ ഈ രീതിയിൽ ഒരാൾ ചെയ്യുന്ന തെറ്റിനകത്ത് 100 കണക്കിന് പേര് പഴി കേൾക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ തെറ്റ്. പിന്നെ രാഹുൽ രാജിവെക്കണോ? അത് തീരുമാനിക്കേണ്ട ഒന്ന് രാഹുലും അവരുടെ പാർട്ടിയുമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ആ പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്.